അപ്പോൾ ആന്റണി രാജുവിന്റെ സീറ്റ് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ സീറ്റായിരുന്നു തിരുവനന്തപുരം സെൻട്രൽ. അത് തന്നാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ തീരോ, ദയവ് ഇത് പോകരുത് എന്നൊരു ഗതികേടിന്റെ അവസ്ഥയിലാണ് CPM LDF ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാമല്ലേ? RB സനൂപ് ഉണ്ട്. സനൂപ്, അങ്ങനെ ഒരു നിർദ്ദേശം, അങ്ങനെ ഒരു അനുനയ നീക്കം CPM റൈറ്റ് നൗ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ആ നിർദ്ദേശം ജോസ് കെ മാണിയുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടോ? ഇനി അങ്ങനെ വെക്കുകയാണെങ്കിൽ തന്നെ അതിന് വില്ലിംഗ് ആയിരിക്കുമോ ജോസ് കെ മാണി? അപ്പോൾ അത് LDF-നകത്ത് പൂർണ്ണമായി ചർച്ച ചെയ്തതിന് ശേഷമാണോ ഇങ്ങനെ ഒരു ഫോർമുലയിലേക്ക് LDF നേതൃത്വം എത്തിയിട്ടുള്ളത്? സൈഫുദ്ദീൻ, ജിൽസി, നമുക്കറിയാം കേരള കോൺഗ്രസ് ആണ്. പോവുമോ പോവില്ലയോ, പോവാതിരുന്നാൽ പിളരുമോ എന്നുള്ള കാര്യം കേരള കോൺഗ്രസ് ആയതുകൊണ്ട് പറയാൻ കഴിയില്ല. എന്നാലും കേരള കോൺഗ്രസ് എമ്മിനോട് ഒരു പ്രത്യേക സ്നേഹം LDF-നുണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി നമ്മൾ കണ്ടതുമാണ്. കാരണം ഈ LDF-ഉമായിട്ട് വലിയ സഖ്യത്തിലല്ലായിരുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടിയാണ്, അതായത് കേരള കോൺഗ്രസ് എമ്മിന്റെ വരവോടുകൂടിയാണ് LDF-ഉമായിട്ട് അടുത്തത്. അതുകൊണ്ട് തന്നെ ആ നേട്ടം ഇനിയും തുടരണം എന്നുള്ളൊരു ആഗ്രഹം LDF-നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പോവും എന്ന് പറയുന്ന കേരള കോൺഗ്രസ് എമ്മിനെ ഏതു വിധേനയും സ്വന്തം പാളയത്തിൽ തന്നെ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാട് ഇടതുമുന്നണിയും CPM-ഉം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു അനുരഞ്ജന നീക്കം, ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം എടുക്കാൻ CPM തന്നെ തീരുമാനിച്ചത്. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ കയ്യിലിരുന്ന കഴിഞ്ഞ തവണ ആന്റണി രാജു ജയിച്ച തിരുവനന്തപുരം മണ്ഡലം അത് കേരള കോൺഗ്രസ് എമ്മിന് നൽകാമെന്നുള്ളൊരു ധാരണ ഒരു CPM-ന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അതിന്റെ അണിയറ ചർച്ചകളൊക്കെ നടക്കുകയാണ്. കാരണം ആന്റണി രാജു അയോഗ്യനായതിനു ശേഷം CPM ഈ സീറ്റ് ഏറ്റെടുക്കാൻ വേണ്ടിയായിരുന്നു തീരുമാനിച്ചത്. പക്ഷേ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ, അതായത് പോവുമോ പോയില്ലയോ എന്നുള്ള കാര്യത്തിൽ കേരള കോൺഗ്രസ് എം അങ്ങനെ നിൽക്കുമ്പോൾ ആ സീറ്റ് കൂടി കേരള കോൺഗ്രസ് എമ്മിന് നൽകാനുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ CPM-ൽ നടന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ സീറ്റ് തങ്ങൾ ഔദ്യോഗികമായിട്ട് തന്നെ ആവശ്യപ്പെടുമെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സഹായദാസ് മീഡിയാവിനോട് വ്യക്തമാക്കിയത്. അത് സംസ്ഥാന നേതൃത്വം തന്നെ തിരുവനന്തപുരം സീറ്റ് ആവശ്യപ്പെടുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സീറ്റ് കൂടി കേരള കോൺഗ്രസ് എമ്മിന് നൽകിക്കൊണ്ട് കേരള കോൺഗ്രസ് എമ്മിനെ സ്വന്തം തട്ടകത്തിൽ, അതായത് LDF-നൊപ്പം തന്നെ നിർത്താനുള്ള ഒരു തീരുമാനം CPM-ന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു ചർച്ചകളൊക്കെ ആരംഭിച്ചപ്പോൾ തന്നെ അങ്ങനെയെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ആരെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തണമെന്നുള്ള ചർച്ചകളിലേക്ക് കേരള കോൺഗ്രസ് എമ്മും കടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതടക്കമുള്ള വിഷയങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ചേരാൻ പോകുന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉറപ്പായിട്ടും വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ രണ്ടുപേരെ ഇപ്പോൾ കേരള കോൺഗ്രസ് എം തിരുവനന്തപുരം മണ്ഡലത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഒന്ന് പാർട്ടി ജില്ലാ പ്രസിഡന്റായിട്ടുള്ള സഹായദാസിന്റെ പേരാണ്, മറ്റൊന്ന് SS മനോജിന്റെ പേര്, പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള SS മനോജിന്റെ പേരും സ്ഥാനാർത്ഥികളെ വരെ കേരള കോൺഗ്രസ് കണ്ടെത്തുന്നു, ചർച്ചകളിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും പ്രധാനമായത് കേരള കോൺഗ്രസ് എം ജില്ലാ ഘടകത്തിന് ഈ ഒരു പ്രപ്പോസലിൽ താല്പര്യമുണ്ട്. അവർ അത് സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇതിലൊരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് അത് ജോസ് കെ മാണി തന്നെയാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റിയൊക്കെ നാളെ ചേരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു വിലപേശൽ തന്ത്രമായിട്ടല്ല ഇത്തരം ഒരു അഭ്യൂഹങ്ങൾ പരക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സീറ്റ് വിട്ടു നൽകുന്നത് വഴി അങ്ങനെ ഒരു അനുരഞ്ജനത്തിലേക്ക് എത്താനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നതൊക്കെ നമുക്ക് പരിശോധിക്കണം. അതൊരു പക്ഷേ കേരള കോൺഗ്രസിന്റെ ഒരു ഫൈനൽ ഡിസിഷന് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. തീർച്ചയായിട്ടും ജിൽസി, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി അത് കേരള കോൺഗ്രസ് എമ്മിനെയും ഇരുത്തി ചിന്തിപ്പിച്ചു. കാരണം LDF-നോടൊപ്പം വന്നെങ്കിലും അവരുടെ അണികൾ ഇപ്പോഴും കോൺഗ്രസ് അനുഭാവികളാണ്, അല്ലെങ്കിൽ UDF-നൊപ്പമാണ് എന്ന് പറയേണ്ടി വരും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം. അതുകൊണ്ടാണ് ഇനിയും LDF-ഉമായിട്ട് നിന്നാൽ അത് പാർട്ടിക്ക് തന്നെ ഗുണമുണ്ടാവില്ല, പാർട്ടി ക്ഷയിച്ചു പോകാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ, ഒരു വകതിരിവ് അവരുടെ പാർട്ടിയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ജോസ് കെ മാണി അടക്കമുള്ള അവർ പാർട്ടി മാറണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തിയത്. പക്ഷേ ഇന്നലെ തന്നെ റോഷി അഗസ്റ്റിൻ, പ്രദീപ് നാരായണൻ ഉൾപ്പെടെയുള്ളവർ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. LDF-നോടൊപ്പം തന്നെ ഉറച്ചു നിൽക്കണമെന്നുള്ള കാര്യം. കാരണം UDF പുറത്താക്കിയപ്പോൾ അന്ന് ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ LDF മാത്രമാണ് ഉണ്ടായിരുന്നത്. അവരൊരു മടിയും കൂടാതെ തങ്ങളൊപ്പം നിർത്തി. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ LDF-മായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് വേഗം UDF-ലേക്ക് ചേക്കേറുന്നത് അതൊരു തെറ്റായ സന്ദേശം എന്നുള്ളൊരു നയമാണ് ഈ റോഷി അഗസ്റ്റിൻ അടക്കമുള്ളവർ സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് ഈ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തതിന്റെ ചിത്രം വെച്ചുകൊണ്ട് തുടരും എന്നുള്ള സന്ദേശമൊക്കെ റോഷി അഗസ്റ്റിൻ നൽകിയത്. എന്തായാലും ജോസ് കെ മാണി നാട്ടിലെത്തിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വിശദമായിട്ട് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ വിശദമായിട്ട് സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു സീറ്റ് കൊണ്ട് കേരള കോൺഗ്രസ് സാധ്യത